Here we will discuss some basic theorems on the inverses of a matrix. Okay, we know a matrix is invertible if A into A inverse equal to A inverse into A equal to the identity matrix of order n. If A is a matrix of order n, then A inverse is the inverse of A if A inverse is both the right inverse and the left inverse. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ബി ഇസ് ദ ഇൻവേഴ്സ് ഓഫ് എ ഇഫ് എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ദ ഐഡന്റിറ്റി മെട്രിക്സ് ദെൻ ബി ഈസ് കോൾഡ് ദ ഇൻവേഴ്സ് ഓഫ് എ ആൻഡ് വി റൈറ്റ് ബി ആസ് എ ഇൻവേഴ്സ്. അപ്പോൾ ബി എന്ന് പറയുന്നത് എയുടെ ബോത്ത് ലെഫ്റ്റ് ഇൻവേഴ്സും റൈറ്റ് ഇൻവേഴ്സും ആകുമ്പോൾ അത് എ ഇൻവേർട്ടിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇഫ് വി ക്യാൻ പ്രൂവ് ദാറ്റ് എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ എൻ then B is the inverse of A and we write B equal to A inverse. ഇപ്പോൾ ഇവിടെ നമ്മൾ തിയറം ഫസ്റ്റ് തിയറം ഇതാണ് റിവേഴ്സൽ ലോ ഓഫ് ഇൻവേഴ്സസ്. ഓക്കെ, സപ്പോസ് A and B are invertible matrices. A is an invertible matrix and B is also an invertible matrix. Then we have to show that AB is invertible and the inverse of AB is B inverse into A inverse. Okay, inverse of AB is B inverse into A inverse. This is called the reversal law of inverses. ഇപ്പോൾ എ ബി ആണ് ഇവിടെ തിരിച്ച് ഇവിടെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ അത് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ എ ബി ഇൻവേർട്ടിബിൾ എന്ന് കാണിക്കാൻ എന്ത് ചെയ്യണം? എ ബിക്ക് ഒരു ലെഫ്റ്റ് ഇൻവേഴ്സും റൈറ്റ് ഇൻവേഴ്സും ഉണ്ടെന്ന് കാണിക്കാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ചെയ്തത് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എ ബിയുടെ ലെഫ്റ്റ് ഇൻവേഴ്സുമാണ് റൈറ്റ് ഇൻവേഴ്സുമാണ് എന്ന് കാണിക്കും. സോ കൺസിഡർ എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഇത് റൈറ്റ് ഇൻവേഴ്സ് ആണെങ്കിൽ ഇതിന്റെ പ്രോഡക്റ്റ് ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ n ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, എ ബി ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഇത് അസോസിയേറ്റീവിന് അപ്ലൈ ചെയ്യുക. എ ഇൻറ്റു ബി ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഇത് രണ്ടും കൂടി നമ്മൾ കമ്പൈൻ ചെയ്യും. ഓക്കെ, എ ഇൻറ്റു ബി ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. ഇനി ബി ഐഡന്റിറ്റി മെട്രിക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. സിൻസ് ബി ഇൻവേർട്ടിബിൾ ആണ് തന്നിട്ടുണ്ട്. സിൻസ് ബി ഈസ് ഇൻവേർട്ടിബിൾ വി ഹാവ് ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാലും ബി ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് പറഞ്ഞാലും ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് എ ഇൻറ്റു ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ എൻ ഇൻറ്റു എ ഇൻവേഴ്സ്. ഇപ്പോൾ ഏത് മെട്രിക്സിന് ഐഡന്റിറ്റി മെട്രിക്സിന് മൾട്ടിപ്ലൈ ചെയ്താലും അത് ആ മെട്രിക്സ് തന്നെയാണ്. സോ ഇറ്റ് ഈസ് എ ഇൻറ്റു എ ഇൻവേഴ്സ്. എഗെയിൻ എ ഇൻവേർട്ടിബിൾ ആണ്. സോ എ ഇൻറ്റു എ ഇൻവേഴ്സും എ ഇൻവേഴ്സ് ഇൻറ്റു എയും ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ എൻ തന്നെയാണ്. സോ ദിസ് ഈസ് ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ എൻ. This shows that B inverse A inverse is the right inverse of AB. Okay, so ഇനി ലെഫ്റ്റ് ഇൻവേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ അത് ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്യും. ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു എ ബി ഈക്വൽ ടു എ ഇൻവേഴ്സ്. ഇത് കമ്പൈൻ ചെയ്യുക. ഇറ്റ് ഈസ് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻറ്റു ബി. ദാറ്റ് ഈസ് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈസ് ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ എൻ ഇൻറ്റു ബി. ദിസ് ഈസ് ബി ഇൻവേഴ്സ് ഇൻറ്റു ബി. ദാറ്റ് ഈസ് ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ എൻ. This shows that B inverse A inverse is the right inverse of AB. അപ്പോൾ എ ബി എന്ന് പറയുന്നത് എയും ബിയും സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എൻ ആണ്. സോ എ ബി ഈസ് ഓൾസോ എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എൻ. ഇറ്റ് ഹാസ് ബോത്ത് ലെഫ്റ്റ് ഇൻവേഴ്സ് ആൻഡ് റൈറ്റ് ഇൻവേഴ്സ്. അത് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ആ കോമൺ ഇൻവേഴ്സിനെയാണ് നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ ബി എന്ന് പറയുക. എ ബിയുടെ ലെഫ്റ്റ് ഇൻവേഴ്സും എ ബിയുടെ റൈറ്റ് ഇൻവേഴ്സും സെയിം തന്നെയാണ്. അത് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. സോ എ ബി ഇൻവേർട്ടിബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ബിയുടെ ഇൻവേഴ്സ് അതായത് എ ബി ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണ്. ഓക്കെ, സോ ഇഫ് എ ആൻഡ് ബി ആർ ഇൻവേർട്ടിബിൾ then എ ബി ഈസ് ഓൾസോ ഇൻവേർട്ടിബിൾ ആൻഡ് എ ബി ഇൻവേഴ്സ് ഈസ് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് വിച്ച് ഈസ് കോൾഡ് ദ റിവേഴ്സൽ ലോ ഓഫ് ഇൻവേഴ്സസ്. ഓക്കെ, then the second theorem is if A is invertible, suppose A is invertible. A ഇൻവേർട്ടിബിൾ ആണെങ്കിൽ നമുക്കറിയാം എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ തന്നെയാണ്. ഇഫ് എ ഇസ് എ ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ. സോ ഇഫ് എ ഇസ് ഇൻവേർട്ടിബിൾ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എ റൈസ് ടു എം ഈസ് ഓൾസോ ഇൻവേർട്ടിബിൾ. എ റൈസ് ടു എം എന്ന് പറയുന്നത് എയുടെ ഏതോ ഒരു പവറാണ്. എം എന്ന് പറയുന്നത് ഏതോ പോസിറ്റീവ് ടീച്ചറാണ്. ഇപ്പോൾ എ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എ റൈസ് ടു എമ്മും ഇൻവേർട്ടിബിൾ ആണ്. അതുപോലെ എ റൈസ് ടു എമ്മിന്റെ ഇൻവേഴ്സ് എടുത്താൽ ദാറ്റ് ഈസ് എ റൈസ് ടു എം ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സിനെ റൈസ് ടു എം ചെയ്യുന്നതാണ്. ഓക്കെ, എ എമ്മിന്റെ ഇൻവേഴ്സ് എ റൈസ് ടു എമ്മിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് റൈസ് ടു എം ആണ്. ഇത് രണ്ടുമാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ഇപ്പോൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻഡക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇൻഡക്ഷൻ ഓൺ ദ ഇൻറ്റിജർ എം. ഇപ്പോൾ നമ്മൾ എം ഈക്വൽ ടു 2 ഇത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും.
എം ഈക്വൽ ടു എം മൈനസ് വൺ ആകുമ്പോൾ അത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും, അത് പിന്നെ എമ്മിനും പ്രൂവ് ചെയ്യും. ഓക്കെ, സപ്പോസ് എം ഈക്വൽ ടു 2. അപ്പോൾ എ റൈസ് ടു എം എന്ന് പറയുന്നത് എ റൈസ് ടു 2 ആകും. ഓക്കെ, എ റൈസ് ടു 2 ഈസ് എ ഇൻറ്റു എ ആണ്. അപ്പോൾ we know if A is invertible and B is invertible, then the product AB is invertible. അപ്പോൾ ഇവിടെ ബിയുടെ സ്ഥാനത്ത് എ ആണെന്നേ ഉള്ളൂ. എ ഈസ് ഇൻവേർട്ടിബിൾ ആൻഡ് എ ഈസ് ഇൻവേർട്ടിബിൾ, therefore എ ഇൻറ്റു എ ഈസ് ഇൻവേർട്ടിബിൾ, which shows that എ സ്കോർ ഈസ് ഇൻവേർട്ടിബിൾ. ഓക്കെ, അപ്പോൾ എ സ്കോർ ഇൻവേർട്ടിബിൾ ആണെന്ന് കിട്ടി. ഇനി എ സ്കോറിന്റെ ഇൻവേഴ്സ് എന്താണെന്ന് നോക്കാം. എ സ്കോർ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ഇൻറ്റു എ സ്കോർ എന്ന് പറയുന്നത് എ ഇൻറ്റു എ ആണ്, ഇൻവേഴ്സ് ആണ്. എ ഇൻറ്റു എ ഇൻറ്റു ഇൻവേഴ്സ്. ആൻഡ് വി നോ എ ബിയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് റിവേഴ്സലോ വെച്ച് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണ്. ഇപ്പോൾ ഇവിടെ റിവേഴ്സലോ അപ്ലൈ ചെയ്യാനില്ല, രണ്ടും എ തന്നെയാണ്. സോ ഇറ്റ് ഈസ് എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എ ഇൻവേഴ്സിന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, എ സ്ക്വയർ ഇൻവേഴ്സ് ഈസ് എ ഇൻവേഴ്സ് സ്ക്വയർ. ദ തിയറം ഈസ് ട്രൂ ഫോർ എം ഈക്വൽ ടു 2. നൗ അസ്യൂം ദാറ്റ് തിയറം ഈസ് ട്രൂ ഫോർ എം മൈനസ് 1. അപ്പോൾ എം മൈനസ് 1 ട്രൂ ആണെങ്കിൽ നമ്മുടെ അസംഷൻ ഇതാണ്, എ റൈസ് ടു എം മൈനസ് 1 ഇൻവേർട്ടിബിൾ ആണ്. ഓക്കെ, ആൻഡ് എ റൈസ് ടു എം മൈനസ് 1ന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് റൈസ് ടു എം മൈനസ് 1 ആണ്. ഇതാണ് നമ്മുടെ അസംഷൻ. വി അസ്യൂം ദാറ്റ് ദ തിയറം ഈസ് ട്രൂ ഫോർ എ റൈസ് ടു എം മൈനസ് 1. ദാറ്റ് ഈസ് എ റൈസ് ടു എം മൈനസ് 1 ഈസ് ഇൻവേർട്ടിബിൾ ആൻഡ് എ റൈസ് ടു എം മൈനസ് 1 ഇൻവേഴ്സ് ഈസ് എ ഇൻവേഴ്സ് റൈസ് ടു എം മൈനസ് 1. Now we have to prove the theorem for a raised to m. A raised to m can be written as a raised to m minus 1 into a. Okay. But ഇതിന്റെ ഇൻവേഴ്സ് ആണ് a raised to m inverse is a raised to m minus 1 into a the whole inverse. Now we can apply reversal law. ഇത് a യുടെ സ്ഥാനത്ത് ഇത് b യുടെ സ്ഥാനത്താണ്. Applying reversal law, it is a inverse into a raised to m minus 1 inverse. But according to our assumption, a raised to m minus 1 inverse is a inverse raised to m minus 1. So it is a inverse into a inverse raised to m minus 1. Okay. So this a inverse raised to m minus 1 into a inverse എന്ന് പറയുന്നത് a inverse raised to m ആണ്. So a raised to m invertible ആണ്. a raised to m ന്റെ inverse എന്ന് പറയുന്നത് a inverse raised to m ആണ്. The theorem is true for m. Therefore, theorem is true for every positive integer m. Okay. Next theorem, if A is invertible, then A transpose is also invertible. And A transpose in the inverse എന്ന് പറയുന്നത് A inverse transpose തന്നെയാണ്. Okay. ഇത് transpose എന്നുള്ള സിമ്പിൾ ആണ്, നമ്മൾ ഡാഷ് യൂസ് ചെയ്യുന്നത്. If A is invertible, then A transpose is invertible. A transpose inverse is A inverse in the transpose തന്നെയാണ്. Okay. അപ്പോൾ നമ്മൾ എ ട്രാൻസ്പോസ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ട്രാൻസ്പോസ് എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻവേഴ്സ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എ ഇൻവേർട്ടിബിൾ ആണ് തന്നിട്ടുണ്ട്. therefore എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ. ഇത് നമുക്കുണ്ട് സിൻസ് എ ഈസ് ഇൻവേർട്ടിബിൾ. ഓക്കെ, നൗ വി സ്റ്റാർട്ട് ഫ്രം ദ ഐഡന്റിറ്റി മെട്രിക്സ് IN ഈസ് ഐഡന്റിറ്റി മെട്രിക്സിന്റെ ട്രാൻസ്പോസും ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. റോസ് കോളോസ് ഇന്റർചേഞ്ച് ചെയ്താലും അതിന് വ്യത്യാസമൊന്നും വരുന്നില്ല. IN ഈസ് സെയിം ആസ് IN ട്രാൻസ്പോസ്. പക്ഷേ ഈ IN നമുക്ക് എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് റീപ്ലേസ് ചെയ്യാം, കാരണം IN ഈസ് എ ഇൻറ്റു എ ഇൻവേഴ്സ് ആണ്. ഈസ് എ ഇൻറ്റു എ ഇൻവേഴ്സ് ദ ഹോൾ ട്രാൻസ്പോസ്. ബട്ട് വി നോ എ ബിയുടെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. റിവേഴ്സൽ അപ്ലൈ ട്രാൻസ്പോസിന്റെ. അപ്പോൾ ഇത് എ ഇൻവേഴ്സ് ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഉണ്ടായിരുന്നു. ഓക്കെ, എ ഇൻവേഴ്സ് ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഇത് തിരിച്ച് നമ്മൾ ഒന്നുകൂടെ പ്രൂവ് ചെയ്യുക. വി ഹാവ് IN ഈക്വൽ ടു IN ട്രാൻസ്പോസ് ഈക്വൽ ടു ഇവിടെ IN ഈ ഇത് അപ്ലൈ ചെയ്യുക, എ ഇൻവേഴ്സ് ഇൻറ്റു എ ദ ഹോൾ ട്രാൻസ്പോസ് ആൻഡ് അപ്ലൈ റിവേഴ്സൽ. ഇറ്റ് ഈസ് എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻവേഴ്സ് ട്രാൻസ്പോസ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കിട്ടി എ ഇൻവേഴ്സ് ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു IN ആണ്. എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻവേഴ്സ് ട്രാൻസ്പോസ് ഈക്വൽ ടു IN ആണ്. ദിസ് ഷോസ് ദാറ്റ് എ ട്രാൻസ്പോസിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഇത് എ ഇൻവേഴ്സ് ട്രാൻസ്പോസ് ഈസ് ദ ലെഫ്റ്റ് ഇൻവേഴ്സ് ഓഫ് എ ട്രാൻസ്പോസ്. അതുപോലെ
എ ഇൻവേഴ്സ് ട്രാൻസ്പോസ് ഇസ് ദ റൈറ്റ് ഇൻവേഴ്സ് ഓഫ് എ ട്രാൻസ്പോസ്. ഇത് രണ്ടും ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് പറയാം എ ഇൻവേഴ്സ് ട്രാൻസ്പോസ് ആണ് എ ട്രാൻസ്പോസിന്റെ ലെഫ്റ്റ് ഇൻവേഴ്സും റൈറ്റ് ഇൻവേഴ്സും. അതായത് ലെഫ്റ്റ് ഇൻവേഴ്സും റൈറ്റ് ഇൻവേഴ്സും സെയിം ആണ്. ദെർഫോർ എ ട്രാൻസ്പോസ് ഇൻവേർട്ടിബിൾ ആണ്. എ ട്രാൻസ്പോസിബിൾ ഇൻവേർട്ടിബിളും ആണ്. എ ട്രാൻസ്പോസിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ എ ട്രാൻസ്പോസിന്റെ ഇൻവേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്തതാണ് എ ട്രാൻസ്പോസ് ഇൻവേഴ്സ്. അത് എ ഇൻവേഴ്സ് ട്രാൻസ്പോസ് ആണെന്ന് നമ്മൾ ഇത് വഴി പ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ എ ട്രാൻസ്പോസ് ഇൻവേർട്ടിബിളും ആണ്. എ ട്രാൻസ്പോസിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സിന്റെ ട്രാൻസ്പോസും ആണ്. theorem is over. Okay, now next one, പിയും എയും. സപ്പോസ് പി ഈസ് ആൻ ഐഡന്റിറ്റി ഒരു സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എന്നാണ്. എയും സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എന്നാണ്. പി ആൻഡ് എ ആർ സ്ക്വയർ മെട്രിക്സസ് ഓഫ് ഓർഡർ. പി ഇൻവേർട്ടിബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് പി ഇൻറ്റു പി ഇൻവേഴ്സ് ഈക്വൽ ടു പി ഇൻവേഴ്സ് ഇൻറ്റു പി ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ് ആണ് തന്നിട്ടുണ്ട്. പി ഈസ് ഇൻവേർട്ടിബിൾ. എ ഏതോ ഒരു മെട്രിക്സ് ആണ്, പക്ഷെ പി ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് പി ഇൻവേഴ്സ് എ പി the whole raised to m is p inverse a raised to m into p. ഇതാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, p inverse ap the whole raised to m is p inverse into a raised to m into p. ഇത് നമ്മൾ ഇൻഡക്ഷൻ വഴിയാണ് പ്രൂവ് ചെയ്യുക. നമ്മൾ m ഈക്വൽ ടു 2 പ്രൂവ് ചെയ്യും. പിന്നെ m മൈനസ് 1 ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. m ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ, സപ്പോസ് m ഈക്വൽ ടു 2, then p inverse ap സ്ക്വയർ എന്ന് പറയുന്നത് P inverse AP into P inverse AP ആണ്. P inverse AP യുടെ സ്ക്വയർ. അപ്ലൈ അസോസിയേറ്റീവ് ലോ. ഇറ്റ് ഈസ് P inverse into A into ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തു P inverse into AP. ഓക്കെ, ഇറ്റ് ഈസ് P inverse into A into P inverse is I ആണ് നമുക്കറിയാം. ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ n ആണ് into AP ആണ്. ദാറ്റ് ഈസ് P inverse into A into P. That is P inverse A square P. The theorem is true for m equal to 2. P inverse AP square is P inverse into A square P. Theorem is true for m equal to 2. Now assume that theorem is true for m minus 1. Okay, that is ഇത് m minus 1 ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. P inverse AP raised to m minus 1 equal to P inverse A raised to m minus 1 into P. The theorem is true for m minus 1 ആണെന്നാണ് നമ്മുടെ അസംഷൻ. ഇതാണ് നമ്മുടെ അസംഷൻ. Now we consider P inverse A P raised to m. ഇത് m ന് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് P inverse A P raised to m minus 1 into P inverse A P. Okay, P inverse A P raised to m minus 1 into P inverse A P equal to നമുക്ക് ഇതിന്റെ റിസൾട്ട് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. P inverse A P raised to m minus 1 is P inverse into A raised to m minus 1 into P into P inverse A P. Okay, combine these two. It is P inverse into A raised to m minus 1 into P inverse into AP. P inverse identity matrix ആണ്. So P inverse into A raised to m minus 1 into identity matrix into AP, ആ matrix ആണ് AP equal to P inverse into A raised to m into P. Theorem is true for m. Okay, therefore the theorem is true for every positive integer m. ഇത്രയുമാണ് നമ്മുടെ ബേസിക് തിയറംസ് വരുന്നത്. ഇനി നമുക്ക് വൺ മോർ തിയറം ഉണ്ട്. നമുക്ക് എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എന്നാണ്. എ ഇസ് ആൻ n by n മെട്രിക്സ്. ദെൻ ദ സിസ്റ്റം AX equal to 0. ഇതൊരു ഹോമോജീനിയസ് സിസ്റ്റമാണ്. AX equal to 0 ഹാസ് ദ ട്രിവിയൽ സൊല്യൂഷൻ. ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ സൊല്യൂഷൻ വാല്യൂസ് 0 ആയിരിക്കണം. ഓക്കെ, AX equal to 0 ഹാസ് ദ ട്രിവിയൽ സൊല്യൂഷൻ x equal to 0 if and only if A is invertible. Okay, ഈ സിസ്റ്റത്തിൽ ഹോമോജീനിയസ് സിസ്റ്റം AX equal to 0 is invertible. It has only the trivial solution if and only if A is invertible. അപ്പോൾ ഇതിന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളെങ്കിൽ A ഇൻവേർട്ടിബിൾ ആണെന്നും A ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഇതിന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളതാണെന്നും പ്രൂവ് ചെയ്യേണ്ടത്. ട്രിവിയൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം അതിന്റെ എല്ലാ സൊല്യൂഷൻ വാല്യൂസും 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ A എന്ന് പറയുന്ന ഏത് മെട്രിക്സും ആയിക്കോട്ടെ, ഇറ്റ് ഈസ് A11 A12 എക്സെട്ര A1n A21 A22 എക്സെട്ര A2n എക്സെട്ര AN1 AN2 എക്സെട്ര AN. ഇതാണ് നമ്മുടെ മെട്രിക്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് കോളത്തിനെ നമ്മൾ A1 എന്ന് വിളിച്ചു, സെക്കൻഡ് കോളത്തിനെ നമ്മൾ A2 എന്ന് വിളിച്ചു, എക്സെട്ര nth കോളത്തിനെ AN എന്ന് വിളിച്ചു. അപ്പോൾ ഇത് A1 ഇങ്ങോട്ട് A2 ഇത് AN. അപ്പോൾ A നെ നമുക്ക് എങ്ങനെ എഴുതാം? A ക്യാൻ ബി റിട്ടൺ ആസ്
A1 A2 A3 A ഇങ്ങനെ എഴുതാം. കാരണം A1 താഴേക്ക് കോളത്തിൽ എല്ലാ മെട്രിക്സും ഉണ്ട്, A2 താഴേക്ക് എല്ലാ എലമെന്റ്സും ഉണ്ട്, എക്സെട്ര താഴേക്ക് എല്ലാ എലമെന്റ്സും ഉണ്ട്. അപ്പോൾ A എന്ന് പറയുന്നത് നമ്മൾ മെട്രിക്സ് A1 A2 A3 എക്സെട്ര A എന്ന് പറയാം. ഓരോ എയും അതിൻ്റെ A എന്ന് പറയുന്ന ith കോളമാണ്. ഓക്കെ. ഇനി X എന്ന് പറയുന്നത് സപ്പോസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ n വേരിയബിൾസ് x1 x2 x3 എക്സെട്ര xn. ഇതാണ് X എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ AX ഈക്വൽ ടു 0 എന്ന് പറയുന്ന സിസ്റ്റം എഴുതിയാൽ എന്താണ് A എന്ന് പറയുന്നത് മെട്രിക്സ് A1 A2 A3 എക്സെട്ര AN ഇൻറ്റു X എന്ന് പറയുന്നത് x1 x2 x3 എക്സെട്ര xn ആണ്. ഇതാണ് AX ഈക്വൽ ടു 0. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A1 x1 പ്ലസ് A2 x2 പ്ലസ് A3 x3 പ്ലസ് എക്സെട്ര പ്ലസ് AN xn ഈക്വൽ ടു 0 എന്ന് പറയും. ഇറ്റ് ഈസ് എ ലീനിയർ കോമ്പിനേഷൻ. നമുക്ക് വേണമെങ്കിൽ തിരിച്ചെഴുതാം. കാരണം x1 A1 പ്ലസ് x2 A2 പ്ലസ് എക്സെട്ര പ്ലസ് xn AN ഈക്വൽ ടു 0. അപ്പോൾ ഇവിടുത്തെ സ്കെയിലാർസ് എന്ന് പറയുന്നത് x1 x2 എക്സെട്ര xn ആണ്. ഓക്കെ. അപ്പോൾ അത് x ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? x ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ഈ മെട്രിക്സ് 0 എന്നാണ് അർത്ഥം. ദാറ്റ് ഈസ് x1 0 x2 0 എക്സെട്ര എല്ലാ xnഉം 0 ആയിപ്പോയി എന്നർത്ഥം. അപ്പോൾ ഈ സിസ്റ്റം AX ഈക്വൽ ടു 0 മീൻസ് x ഈക്വൽ ടു 0 എന്നാണെങ്കിൽ ഇംപ്ലൈസ് x ഈക്വൽ ടു 0 എന്നാണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് x1 0 x2 0 എക്സെട്ര xn 0 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ xn ഇതെന്താണ്? ഇത് ഓൺലി ട്രിവിയൽ സൊല്യൂഷൻ ആണെന്ന് അർത്ഥം. പക്ഷേ ഈ കോഎഫിഷ്യൻസ് x1 x2 എക്സെട്ര xn ഇതെല്ലാം 0യും ഈ ലീനിയർ കോമ്പിനേഷൻ 0യും ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? A1 A2 എക്സെട്ര AN എന്ന് പറയുന്ന എല്ലാ കോളംസും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അതായത് A ഒരു സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n ആണ്. അതിന്റെ എല്ലാ കോളംസും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് എന്താണ്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് റാങ്ക് ഓഫ് A ഈക്വൽ ടു n ആണ്. അതിന് n ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് അല്ലെങ്കിൽ n ലീനിയർലി ഇൻഡിപെൻഡന്റ് കോളംസ് ഉണ്ടെങ്കിൽ അതിന്റെ റാങ്ക് n ആണ്. റാങ്ക് n ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് A ഈസ് ഇൻവേർട്ടിബിൾ. ഓക്കെ. A square matrix of order n is invertible if and only if A is rank of A equal to n. ആ തിയറം വെച്ച് നമുക്ക് പറയാം. അപ്പോൾ AX ഈക്വൽ ടു 0 എന്ന് നമ്മൾ എടുത്തിട്ട് അതിന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എയുടെ എല്ലാ കോളംസും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടി. അപ്പോൾ എയുടെ ഓർഡർ എന്നും അതിന് n ലീനിയർലി ഇൻഡിപെൻഡന്റ് കോളംസും ഉണ്ടെങ്കിൽ അതിന്റെ റാങ്ക് n ആവും. റാങ്ക് n ആണെങ്കിൽ A ഇൻവേർട്ടിബിൾ ആണ്. ഓക്കെ. ഇതാണ് തിയറം.